ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭഗവാന്റെ മുന്നിൽ മനസ്സറിഞ്ഞ് തൊഴുതപ്പോ വല്ലാത്തൊരു സമാധാനം. താൻ നല്ല ടെൻഷനിലാണ് തോന്നി, അതുകൊണ്ട് അമ്പലം കണ്ടപ്പോൾ നിർത്തിയത്. വരുൺ, ഒരു യാത്രയ്ക്ക് പോയിട്ട് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? ആരാ നമുക്ക് ഇത്ര ശത്രുക്കള്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കണിമംഗലത്തുണ്ടായിരുന്നപ്പോ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെ ഒക്കെ ശത്രുത അതെനിക്ക് മനസ്സിലാവും. നമ്മളോടെ ഏട്ടത്തേക്കും വിരോധമുണ്ട്. പക്ഷേ അവരൊന്നും ഇതിന്റെ പുറകിലുണ്ടാവില്ല. നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നും നമ്മൾ എവിടെ തങ്ങുന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. ഇനി നമുക്ക് എങ്ങും പോകണ്ടാട്ടോ. അത് മാത്രല്ല, വരുൺ തനിച്ച് ദൂരെ എവിടേക്കും പോകാനും പാടില്ല. അപ്പോ എന്റെ പുറത്തേക്കുള്ള ഇറക്കം ഇതോടെ അങ്ങ് വിലക്കിയോ? ശ്രദ്ധിക്കണമെന്നാ ഞാൻ പറയുന്നത്. വരുൺ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറ്റിയാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ട് വരുമ്പോ അത് എനിക്ക് തന്നിട്ട് തന്നെ നന്നായിട്ട് നോക്കണേന്ന്. ഞാൻ ചത്തിട്ടായാലും വരുണിനെ നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ദൈവം അതേ കേൾക്കും. അതെ, തൽക്കാലം നമ്മൾ രണ്ടാളും മരിക്കുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. പിന്നെ ഇതിന്റെ പുറകിലുള്ള ശത്രുക്കൾ എത്ര കരുത്തന്മാരായാലും ശരി, എന്റെ പെണ്ണിനെ സംരക്ഷിക്കാനും ജീവിപ്പിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. നമ്മൾ ചെല്ലുമ്പോ ഫിദ മാഡത്തിന്റെ അവസ്ഥ കഷ്ടായിരിക്കും കേട്ടോ. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. കാലങ്ങളായിട്ട് കാത്തിരുന്ന് കേട്ടി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഫിദ മാഡം സഹിക്കൂ? കാലങ്ങളായിട്ട് കാത്തിരുന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. ഒരുപാട് കാലം ഫിദ മാഡം തനിച്ചായിരുന്നല്ലോ. അതിനിടയിലേക്കല്ലേ മകളുടെ സ്ഥാനത്ത് താൻ ചെന്ന് കയറിയത്. അതുകൊണ്ട് പറഞ്ഞതാ. പാവം, വല്ലാതെ വിഷമിച്ചിട്ടുണ്ടാവും. കുറച്ച് വിഷമിച്ചോട്ടെ, അതൊരമ്മയുടെ അവകാശമല്ലേ. എന്താ ഈ പറയുന്നേ? അമ്മമാര് വിഷമിക്കാൻ മാത്രമുള്ളവരാണെന്നാ? എടോ, ഞാൻ ഒരു ദിവസം പുറത്തു പോയിട്ട് വരാൻ കുറച്ചു നേരം വൈകുന്നുവെങ്കിൽ അച്ഛൻ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുന്ന സിമ്പിളായിട്ട് പറയും. മുത്തശ്ശിയാണെങ്കിൽ എത്ര വൈകിയാലും ഞാൻ വരുമെന്നുള്ള ഉറപ്പില് കാത്തിരിക്കും. പക്ഷെ അമ്മയുണ്ടല്ലോ, ഒരുപാട് തവണ വാതിക്കലേക്ക് വന്ന് നോക്കും. പിന്നെ കുറെ നേരം വാതിലിൽ ചാരി നിന്ന് ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. മിക്കവാറും ഞാൻ വരുമ്പം അതേ നിപ്പുണ്ടാവും. അപ്പൊ ചിലപ്പോ 12 മണിയായിട്ടുണ്ടാവും, ചിലപ്പോ 1 മണിയോ ആയിട്ടുണ്ടാവും. ഉറങ്ങുകയില്ല, ഇരിക്കുകയില്ല, ഒരേ നിപ്പ് തന്നെ. ആ വിഷമത്തിന്റെ പേരാണ് അമ്മ. അത് വിഷമിക്കണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എന്റെ കാര്യത്തിൽ അമ്മ ചെയ്യുന്ന അതേ കാര്യമാണ് തന്റെ കാര്യത്തിൽ പിതാമേടവും ചെയ്യുന്നത്. പിതാമേടത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു ജന്മബന്ധമാണ്. മതി, നമുക്ക് പോയാലോ? പോ. നടന്ന കാര്യങ്ങളൊക്കെ ഭവനിൽ സമർപ്പിച്ചല്ലോ അല്ലേ? ഇനി നമുക്കതങ്ങ് വിട്ടേക്കാം. അങ്ങനെ വിടാനൊന്നും പറ്റില്ല. ഇതിന്റെ പുറകിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. എന്നിട്ട് ആളെ കണ്ടെത്തിയാല് എനിക്ക് നേരെ മുമ്പിൽ ചെന്നെന്ന് ചോദിക്കണം, നിനക്കൊക്കെ എന്തിന്റെ അസുഖമാണെന്ന്, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലേന്ന്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പുറകിലുള്ളവരെ കണ്ടെത്തിയേ പറ്റൂ. മോള് വണ്ടി കയറി.